നമസ്കാരം സുഹൃത്തുക്കളെ, സുഖമല്ല എനിക്ക് എല്ലാവർക്കും. രേണുസുതിന്റെ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ഇന്നലെ. എന്താ പറയാ, പുതച്ചു മൂടി കരിമ്പളം എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മന്ന്. കരിമ്പളം എന്ന് പറഞ്ഞ സിനിമ കുറച്ച് ഒരാഴ്ച മുന്നേ ഇറങ്ങിയായിരുന്നു നമ്മുടെ സജീനയുടെ. നിങ്ങൾ അതിൽ കണ്ടായിരുന്നോ? എന്താ ഒക്കെ ഒരു ചേർച്ച. അപ്പോൾ എന്താ പറയാ, ആകെ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ ഇത് തോന്നിയത്, ഇന്നലെ ഞാൻ തെങ്ങാണ്ട് എന്താ പറയാ ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് ഭയങ്കര എനർജിക് ആയിരുന്നു. എന്താ പറയാ, അതിനൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിലും സൂപ്പറായിരുന്നു, ചിരിച്ചടിച്ച് പൊളിച്ച്. അതിന് മുന്നേ 8 ദിവസം മുന്നേ വേറെ ഫസ്റ്റ് ഇന്റർവ്യൂ, അത് ഈ ക്യാൻസർ വന്നതിന് ശേഷം അതുണ്ടായിരുന്നു. അതിന് പറഞ്ഞത് ഞാൻ എന്താ പറയാ 3ാമത്തെ കീമോ കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞായിരുന്നു ആ ഇന്റർവ്യൂ തുടക്കത്തിന്റെ ഹെഡ്ലൈൻ അങ്ങനെ ആയിരുന്നു. ഇത് കണ്ടപ്പോൾ ഇതും കീമോ കഴിഞ്ഞ് കിടക്കുക, ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചുമ്മാ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കീമോ എത്ര ആഴ്ച, എനിക്ക് ഭയങ്കര ഒരു സംശയം. അപ്പോൾ സംശയമാണല്ലോ. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുന്ന ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കീമോ എന്ന് പറഞ്ഞാൽ ഈ രോഗിയുടെ രോഗാവസ്ഥ കണക്കെടുത്ത് നീട്ടും അല്ലെങ്കിൽ കുറക്കും. മിനിമം 2 ആഴ്ച അതിൻ്റെ കണക്ക്, 2 ആഴ്ച 14 ദിവസത്തിലല്ലാതെ ഈ മരുന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡോക്ടർമാർ ഒന്നെങ്കിൽ നീട്ടും അല്ലെങ്കിൽ 2 ആഴ്ച അതിൻ്റെ കണക്ക്, കീമോ ചെയ്യുന്ന കണക്ക്. രേണുസുതിന്റെ ഈ ശാരീരിക സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ഗുളിക എന്താണ്, 2 ലക്ഷം രൂപ അത്രയും ഡോസ് കൂടി ഗുളിക കുടിക്കുന്നത് നമുക്കറിയാം, ഒക്കെ നമുക്കറിയാം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇവർ അന്യഗ്രഹത്തിന് വല്ല ജീവിയാണെന്ന് ഇങ്ങനെ ആലോചിച്ചു ഞാൻ. കാരണം ഇവരുടെയൊക്കെ ഭയങ്കര ഒരു വെറൈറ്റിയാണ്. ഇവർക്ക് തോന്നുമ്പോഴാണ് എല്ലാം അത് നമ്മൾ വിശ്വസിക്കണം, അങ്ങനെയാണോ എന്നിങ്ങനെ ആലോചിച്ചു. കാരണം വീക്കായിരിക്കുന്ന ഒരാൾ, എന്താ പറയുക, ഏറ്റവും വില കൂടിയ ഗുളിക ഡോസ് കൂടി ഗുളിക കുടിക്കുന്ന മരുന്നടിക്കുന്ന ഒരാൾ, അവർക്ക് 8 ദിവസം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാൽ കീമോ, 4ാമത്തെ കീമോ. ഇന്നലെ വരെ ഭയങ്കര എനർജി കഴിയുന്ന ആള് ഇന്ന്, അല്ലെങ്കിൽ ഞാൻ കീമോക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ കീമോക്ക് പോകുന്നു, നാളെ കീമോക്ക് എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്നതാണ്. ആരെങ്കിലും അത് കേട്ടിരുന്നോ? കീമോക്ക് പോകുന്ന കാര്യം കേട്ടിരുന്നോ? ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എന്നോട് കമന്റിൽ പറയാം കേട്ടോ. പിറ്റേന്ന് ഈ ഒരു കാര്യം ഇപ്പൊ ഇത് ഞാൻ നോക്കിയപ്പോൾ ഇത് ഒരു ആൽബത്തിന്റെ ഒരു പ്രൊമോഷനാണ് ഇത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, അത് എന്റെ തോന്നൽ എന്ന് പറഞ്ഞാല് അതാകാണ് ബാക്കിൽ നാട്ടിലേക്ക് വരില്ല. അപ്പൊ അതിന്റെ സാധനമുണ്ട്. അപ്പൊ ഞാൻ എന്താ പറയുക നോക്കിയപ്പോൾ ഒരു പ്രൊമോഷനാണ് ഇവരുടെ ഈ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇവരെന്താരോ ഇവരുടെ ഫോട്ടോ വെച്ചെങ്ങാണ്ട് ഇത് അടിച്ചിറക്കുക. അപ്പോൾ ഇതിനൊരു ഇത് കിട്ടും, എല്ലാവരും ഇങ്ങനെ ഇത് വാച്ച് ചെയ്യും. അപ്പോൾ അത്രയൊരു ഇതിങ്ങനെ ആൽബം വരാൻ പോകുന്നു, ഇവരെന്നെ വന്നെങ്ങാണ്ട് ഇങ്ങനെ കടന്നെങ്ങാണ്ട് അത് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അതൊരു സിമ്പതിയും കിട്ടും. അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നി നിൽക്കുക. നമുക്ക് എന്തായാലും നമുക്ക് അവരുടെ ഈ ഓഡിയോ ഒന്ന് കേൾക്കട്ടോ. വീഡിയോ ആണ്, ഓഡിയോ ഒന്ന് കേൾക്കാട്ടോ. നമസ്കാരം. ഏത് കീമോയാണ് നിങ്ങൾ കഴിഞ്ഞത്? ഒരാഴ്ച 2 ആഴ്ച 10 ദിവസം മുന്നല്ലേ ഒരു കീമോ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഇത് ഏത് കീമോയാണ്? നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് കീമോ ഒന്ന് പറഞ്ഞു തരും, അറിയാൻ വേണ്ടി ചോദിക്കാട്ടോ. നമ്മളെ യൂസേഴ്സൊക്കെ പറയുന്ന ഒരു സംശയമാണ്, ഒരു സംശയം ചോദിക്കുവാണ്, എപ്പോഴൊക്കെ നിങ്ങൾക്ക് കീമോ? 2 വർഷം മുന്നേ അഭിനയിച്ച 2 വർഷം അടുത്തായി അഭിനയിച്ച ഒരാളും ഈയിടെ റിലീസിന് കൊടുക്കുവാണ്. അതിലൊരു പോസ്റ്റർ തന്നെ അവരുടെ അടിയറ പ്രവർത്തകർ വെച്ചിട്ട് നിർമ്മിച്ചൊരു പോസ്റ്റർ. ഇത് ഇവർ പറയാൻ പോണ ഇനി AI വെച്ചിട്ട് പോസ്റ്റർ അടിച്ചിറക്കി, അത് പുറത്തിറക്കി, അത് ഡിലീറ്റ് ആക്കി, അത് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നാണ്. ഒരിക്കലും അല്ല, അത് ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടി. കേട്ടിട്ട് ഒപ്പം പറയാം. ഞാനപ്പം ഈ ഹീറോ എടുത്തതിനെ അറിയാലോ, മോദം ഇല്ലാതെ നടക്കുകയാണ്. ഞാൻ നേരത്തെ കണ്ടില്ല ആന്ന് വെച്ചോക്കെ സംഭവമല്ല. ഇപ്പൊ അത് ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീൻ അതിനകത്തില്ല, അങ്ങനെ ഒരു സീനും ഇല്ല, അങ്ങനെയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടില്ല. അങ്ങനെ ഒരു സീനും ഇല്ല, അങ്ങനെയായിട്ട് അവർ അഭിനയിച്ചിട്ടില്ല, അവർക്ക് ബോധവുമില്ല. ഒരാൾ വന്നാണ്. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്, അങ്ങനെ ഒരു സീനും അതിലില്ല, അവർക്ക് ബോധവുമില്ല. ഓക്കെ, അപ്പോൾ അവരങ്ങനെ അഭിനയിച്ചിട്ടില്ല, അവരങ്ങനെ പിന്നെ അഭിനയിക്കാറുന്നില്ലല്ലോ. അവർ പിന്നെ നമ്മൾ സബ്സ്ക്രിപ്ഷനിലൊക്കെ പറഞ്ഞിട്ടാണല്ലോ അഭിനയിക്കാറും കാര്യങ്ങളൊക്കെ. അത് നമുക്ക് ബാക്കി കേൾക്കാട്ടോ. ഞാൻ നേരത്തെ കണ്ടില്ല ആന്ന് വെച്ചോക്കെ, പക്ഷെ ഞാൻ അറിഞ്ഞില്ലേ സംഭവമല്ല. ഇപ്പൊ അത് ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തായിട്ട് ഒന്നുമില്ല, ഒക്കെ ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. കാരണം പബ്ലിസിറ്റി മാനിയാക്കാണ് ഇവർ പബ്ലിസിറ്റി മാനിയൊക്കെ ആയിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും ഇവരുടെ ഇത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തിട്ട് അവസാനം ഞാനത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഒരു അനുകമ്പ കിട്ടാൻ, സഹതാപം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവർ കരിമ്പളം വെച്ച്. സത്യം പറഞ്ഞാൽ ഈ കരിമ്പളത്തിൽ നായികാക്കേണ്ട ആൾ ഇവരായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ ഇങ്ങനെ രോഗത്തിനോ അഭിനയിച്ച് രോഗത്തെ കളിയാക്കുന്ന, ദൈവത്തെ കളിയാക്കുന്ന ഒരു വ്യക്തി
എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, ഞാൻ സുവിശേഷത്തിന് പോകും, അങ്ങനെ പോകുന്നൊരു കണ്ടില്ലേ സുവിശേഷം, എന്തൊക്കെ സുവിശേഷങ്ങളാണ് ഇപ്പൊ അടുത്ത സുവിശേഷം വരുന്നുണ്ട്. ഞാൻ ഇതിന്റെ കൂടെ വെച്ചിട്ടുണ്ട്. മറ്റേ ആ ചെറുക്കന് വേണ്ടിങ്ങാണ്ട് ഒരു FB പോസ്റ്റ്, ഒരു ഇൻസ്റ്റ പോസ്റ്റ് നമ്മുടെ റിതപ്പിന് വേണ്ടിയിട്ട് ഇട്ടു, ബർത്ത്ഡേ പോസ്റ്റ്. ആ ബർത്ത്ഡേ പോസ്റ്റ് ആ മോന് മനസ്സിലാക്കില്ല എന്ന് നമുക്കും അറിയാം, അവർക്കും എല്ലാവർക്കും അറിയാം. നേടാ നിന്റെ ഏട്ടനെ ഇതാക്കണ ഇതുപോലെ പോസ്റ്റ് ഉണ്ട്, ഇതാ നിന്നെയും പോലെ കേട്ടോ, നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ നോക്കൂട്ടോ, അപ്പൊ നീ സ്നേഹിക്കണം കേട്ടോ എന്ന് നല്ല വാക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവരത് എടുത്തിട്ട് കണ്ടന്റ് ആക്കിയിട്ട് എന്നെ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എന്നെ സോഷ്യൽ ബുള്ളിങ്ങിന് സഹിച്ചേക്കണം, അവർക്ക് സഹിക്കണം. കുറെ വെറുതെ ഇട്ട് കൊടുത്ത് ചോദിച്ചു വാങ്ങുന്നതല്ലേ. പക്ഷെ അതവൻ ബുള്ളിങ് ഇട്ട് കൊടുക്കുന്നതല്ല, അവൻ സാധാരണ അവന്റെ അനിയനോട് സംബന്ധിച്ചതാണ്. അതിന്റെ ഇടയിലേക്ക് വരുന്ന എന്നെ ബുള്ളിങ്ങിന് കൊടുത്തേ, എന്നെ ബുള്ളിങ്ങിന് കൊടുത്തേ എന്ന് പറഞ്ഞാൽ അത് എഴുത്ത് ന്യായാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ബാക്കി കേട്ടോ. പറഞ്ഞല്ലോ അങ്ങനെ ഒരു അഭിനയിച്ചിട്ടില്ല, അങ്ങനെ ഇതായിട്ടില്ല, അത് ആണ്. അല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു സാധനം വിട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേജിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ബാക്കിയുള്ള എല്ലാവരുടെ പേജിൽ നിന്നും പോകും. അങ്ങനെയാണല്ലോ. നിങ്ങൾക്ക് നല്ല ബോധമുണ്ട്, ഒരു 8 വട്ടം സോഷ്യൽ മീഡിയയിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മത്തിലായിരുന്നു പോകില്ല. നിങ്ങൾക്ക് നല്ല പോലെ അറിയാം. ഇതിന് പ്രചരിപ്പിക്കുന്നത് കിടന്ന് നാടകം കളിക്കല്ലേ. നിങ്ങൾ എന്ത് കളിച്ചാലും നാടകം നമ്മളൊരു ആയിഷ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ആയിഷ, അപ്പൊ അത്രേ ഉള്ളൂ. അതിന്റെ ഇടയിൽ ആയിഷ അവനിട്ട് കൊടുക്കുക വേറെ. അപ്പൊ അതാണ്. അപ്പം നമുക്ക് എന്താ പറയാ, ഇതാണ് ഇതിന്റെ കൂടെ ഞാൻ ആ ബർത്ത്ഡേന്റെ വീഡിയോ ഒന്ന് വെക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ആ ബർത്ത്ഡേ വീഡിയോ കൂടി അതിന്റെ കൂടെ വെക്കാം. ഏതായാലും ഞാനത് നിർത്തി വരട്ടെ കേട്ടോ. അതുവരെ നിങ്ങൾ ഡാൻസ് കണ്ടിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ്? സൂപ്പർ അല്ലേ? അടിപൊളിയല്ലേ? ചം 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 ചം. നമുക്കിന്ന് ആ ബർത്ത്ഡേ പോസ്റ്റിലേക്ക് പോകട്ടോ. ഇതില് സംഭവം എന്താണെന്ന് വെച്ചാൽ കിച്ചു ഒരു പോസ്റ്റ് ഇട്ടു ഋതപ്പിന് വേണ്ടിയിട്ട്. ഇതിന് മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു വീട്ടുകാരിൽ ആരെങ്കിലും ഒരാൾ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെ അവർ അവഗണിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അവിടുത്തെ ആരുടെങ്കിലും നമ്മൾ ഒരുപാട് ക്ലോസ് ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ആ ആളോടുള്ളൊരു ഇഷ്ടം കാണിക്കൽ അവിടെ പോയിട്ടായിരിക്കില്ല. അത് എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ പോകൂല. കാരണം അവർക്ക് അങ്ങോട്ട് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമില്ല. അവർ പല രീതിക്ക് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ രീതിക്കായിരിക്കും. ഇതാണ് അതിൻ്റെ ആകെ തുക കേട്ടോ. അത് ഇവർക്ക് തന്നെ അറിയാം. ഇവരൊരുപാട് കിച്ചുവിനെ അവർക്ക് അറിയില്ലായിരിക്കും, നമുക്കറിയാം കിച്ചുവിന് ഒരുപാട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നും സൈബർ ബുള്ളിങ്ങിന് ആ ക്യാൻസർ വന്ന് അന്നൊട്ടും കണ്ട് പക വെച്ചിട്ട് എടുക്കുന്നുണ്ടെന്നും. നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകട്ടോ. സൈബർ ബുള്ളിങ് തരാനാണെന്ന് എനിക്കറിയാം, എനിക്കതൊന്നും വിഷയമല്ല. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്റെ ഋതപ്പന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഋതപ്പനെ വിളിച്ചുകൂടെ എത്തിയത്. വേറൊന്നുമല്ല, ഋതപ്പന്റെ ചേട്ടൻ ഇന്ന് ഋതപ്പന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഋതപ്പന് മാത്രം വായിക്കാൻ വേണ്ടി. അടിപൊളി. നല്ല പോലെ ആയില്ലേ? നന്നായി. എന്തായാലും കിച്ചുവിന്റെ പോസ്റ്റൊക്കെ വാങ്ങിയിട്ട് ഋതപ്പിന് വായിച്ചു കൊടുക്കാൻ പോവുകയാണ്. എന്താ പറയുക, കുട്ടിക്കൊന്നും അറിയില്ലല്ലോ, ചെറിയ കുട്ടിയല്ലോ. ഇംഗ്ലീഷിലായാലും മലയാളത്തിലാണെങ്കിലും പറഞ്ഞു കൊടുക്കാതെ ആ കുട്ടിക്കൊന്നും അറിയില്ലല്ലോ. അത് നന്നായിട്ടോ. രേണുസുതി, നിങ്ങൾ നല്ല കാര്യം ചെയ്യാൻ പോവുകയാണല്ലോ. എന്തായാലും അത് നന്നായി. എന്തായാലും അത് പറഞ്ഞത് പറഞ്ഞാൽ അങ്ങനെ തന്നെ വേണ്ടത്. അത് കുട്ടികൾക്ക് തമ്മിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും കുട്ടികൾക്കുള്ള ബോണ്ടിങ് അവരെന്തെങ്കിലും പറയുമ്പോൾ അത് ഇത് ഇന്നാട്ടോ, നിന്റെ ജ്യേഷ്ഠനാട്ടോ, നിനക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്ത് അതിന്റെ കണ്ടന്റ്, അതിന്റെ സോൾ എന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് തമ്മിൽ സ്നേഹം ഉണ്ടാവും. നമുക്ക് എന്തായാലും രേണുസുതി ഇത് പറഞ്ഞു കൊടുക്കുന്നത് എന്താന്ന് നോക്കാട്ടോ. പോസ്റ്റിന്റെ മലയാളം ഇതാണ്. ഓക്കെ, അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിന് മുന്നേ ഋതപ്പനൊന്ന് വായിച്ചത്, ഋതപ്പന് വേണ്ടിയിട്ടാണ് ഋതപ്പനൊന്ന് വായിച്ചത്. അങ്ങനെയല്ലല്ലോ, അത് കുട്ടിക്ക് വായിക്കാൻ അറിയില്ല എന്ന് നിനക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എങ്ങനെ ഇതിപ്പം വായിക്കാം? എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് വീഡിയോക്ക് നീളം കൂടാൻ വേണ്ടിയിരിക്കും. ശരി നടക്കട്ടെ. ഋതപ്പന്റെ ബർത്ത്ഡേ ആണ്, ഋതപ്പന് കാണാൻ വേണ്ടിയിട്ടാണ് ഋതപ്പന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടിരുന്നത്. അപ്പൊ നമ്മളത് വായിക്കേണ്ട കാര്യമില്ല. ഋതപ്പൻ വായിച്ചു. എന്താ വായിച്ചത്? എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്താ സംഭവം? ആ കുട്ടി 7 വയസ്സായതേ ഉള്ളൂ.
ആ കുട്ടിയെ എന്തിനാണ് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇത് കുറവാക്കുന്നതിനാണ്, നാണം കെടുത്തുന്നതിനാണ്. കുട്ടിക്കൊന്നും വായിക്കാൻ അറിയില്ല എല്ലാവർക്കും അറിയാം. ഈ വീഡിയോക്ക് മുന്നിൽ കൊണ്ട് നിർത്തിങ്ങാണ്ട് കുട്ടിയുടെ കയ്യിൽ വായിക്കുന്നു പറഞ്ഞു കൊടുത്ത് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ കുറച്ച് കുട്ടികൾക്കാണെങ്കിലും കുറച്ചൊരു റെസ്പെക്റ്റ് ഉണ്ടാവൂലേ? ആ കുട്ടി തല താഴ്ത്തിയിരിക്കുന്നത്. നാണമുണ്ടോ നിനക്ക്? നീ പറഞ്ഞു കൊടുക്ക്, അതല്ല നല്ലത്. പറഞ്ഞു കൊടുക്ക അങ്ങോട്ട്, പറഞ്ഞു അറിയാം. അപ്പൊ നിനക്ക് അറിയാം, പിന്നെ നിന്നെ കൊടുത്ത് നീ പറഞ്ഞു കൊടുക്ക്. നീ ഇപ്പൊ പറഞ്ഞു കൊടുക്ക. അതാ അപ്പൊ പറഞ്ഞു കൊടുക്കണ്ടേ കുട്ടിക്ക്? അപ്പൊ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ ഈ വീഡിയോ? ഹൃദപ്പന്റെ ഏട്ടൻ കിച്ചു ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ട്, അത് ഹൃദപ്പന് വായിച്ചു കൊടുക്കാണെന്നും പറഞ്ഞെങ്ങാണ്ടൊരു ഒരു 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 സന്തോഷം, ഒരു അല്ലേ? അതൊന്നല്ലേ സന്തോഷത്തോടെ ഒരു ഒന്നും അല്ലേ ഇത്? സംഭവം എന്താണ്? എനിക്കിപ്പോൾ നിന്റെ അടുത്തേക്ക് വരാൻ കഴിയുന്ന സാഹചര്യമല്ലെന്ന് എനിക്കറിയാം. എന്ത് സാഹചര്യമാണ് മകനെ വളർത്തുന്ന? അത് മൂഷികശ്രീ. പിന്നെ മൂഷികശ്രീ ഏതാണോ? ഇത് നന്നാവൂലല്ലേ? നിന്റെ തൊലി കൊണ്ടാണോ പട്ടിയുടെ വാൽ ഉണ്ടാക്കിയിട്ടുള്ളത്? പട്ടിയില്ലേ, പട്ടിന്റെ വാല് നിന്റെ തൊലി എടുത്ത് ഉണ്ടാക്കണത്. നിന്നെ പട്ടിയുടെ വാല് കൊണ്ടാണ് ഉണ്ടാക്കണത്. നന്നാവൂലേ? നിനക്കൊരു ബുദ്ധിയില്ലേ? നീ ഇത്രയും കാലം അവനെ ഇട്ടിങ്ങനെ വേട്ടയാടി പൈസ കൊടുത്ത കണക്ക് പറഞ്ഞ് ഇവനെ കുറിച്ച് എന്താ പറയാ, അവനെ കുറിച്ച് എനിക്ക് നിനക്കും അവൻ എത്രയും ആൾക്കാർക്ക് അന്നം കഴിക്കുന്ന, അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം നീ അവനെ കുറിച്ച് എന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നു, എന്തൊക്കെ പറയുന്നു. ഇപ്പം അവന്റെ ലൈഫിൽ ഒന്നും പറഞ്ഞില്ലായിരുന്നു, നീ ഇതൊക്കെ വിളിച്ച് പറഞ്ഞെന്നെ. നിനക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ട് നീ ആകാശത്തേക്ക് വെടിവെക്കുന്നു കുറെ ആൾക്കാരെയും കൂട്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് അവൻ എങ്ങനെ കയറി വരിക? നീ പോകുമായിരിക്കും. നിനക്ക് നാണം മാനം ഉളുപ്പൊന്നും ഇല്ലല്ലോ. നിന്റെ സെറ്റിലെ ആൾക്കാർക്കും അതില്ലല്ലോ. എത്ര ആൾക്കാർ നിനക്കുണ്ട്? അതിനെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ. അവൻ എങ്ങനെയാ വരിക? സ്വന്തം ചേട്ടനോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് സാഹചര്യമാണ്? ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുത്. തലക്കുള്ളിൽ ഒരു കുറച്ചെങ്കിലും ബുദ്ധിയില്ല ആൾക്കാർക്ക് പറയാതെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകും. 2 ദിവസം മുന്നേ എങ്ങാണ്ട് ഇട്ടൊരു വീഡിയോയിൽ എൻ്റെ മകന് കിട്ടിയ വീടാണ്. എൻ്റെ മക്കൾക്ക് കിട്ടിയ വീടെന്നുള്ളത് പറഞ്ഞത്. എൻ്റെ മകന് കിട്ടിയ വീട്ടിൽ ഞാൻ താമസിക്കുന്നു. നിനക്കൊക്കെ എന്താണാ ചോദിച്ചത്? എന്തേ മക്കൾ എന്ന് പറയാഞ്ഞത്? ഇത് കാണുന്നവർക്ക് മനസ്സിലാകും. നിന്നെപ്പോലെ ക്ലോസറ്റ് പൊക്കിയല്ല കഴിക്കുന്നത് അവരാരും. അരിഭക്ഷണ കഴിക്കുന്നത്. അവൻ ആണാണ്, അതുകൊണ്ട് വന്നില്ല. പക്ഷെ അവൻ്റെ അനിയന് പോസ്റ്റ് ഇട്ടില്ലേ? നീ അതിന്റെ കണ്ടന്റ്, അത് മൊത്തം അതിന്റെ കണ്ടന്റ് വായിച്ചേ, ശരിക്കും വായിച്ചേ. കാരണം അത് കൊല്ലം സുധിച്ചേട്ടന്റെ മൂത്ത മകന്റെയും, അതായത് രാഹുലിന്റെയും ഋതുവിന്റെയും സ്വന്തം വീടാണ്. ഇവിടെ ആരും നിങ്ങളെ രാഹുൽ ദാസിനെ വരെ കേട്ടില്ല. പിന്നെ എന്ത് സാഹചര്യമാണുള്ളത്? ഇത് കൊച്ചു വായിക്കാൻ വേണ്ടി ഇട്ടതാ കേട്ടോ, അല്ലാതെ വേറൊന്നിനും എന്നെ സൈബർ ബുള്ളിങ്ങിന് കൊടുത്തതല്ല. ഇപ്പൊ എല്ലാരും ഇട്ട് അലക്കുന്നുണ്ട് അത്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അത് വലിയ വിവാദമാക്കി ആൾക്കാർ. ഇതാണ് ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ വീട്ടിൽ നമ്മളൊരാളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒരു വീട്ടുകാരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇഷ്ടമുള്ള ആരുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് പിന്നെ കയറി ചെല്ലൂല. നമ്മൾ പുറത്ത് വിടാ, നീ ഇങ്ങോട്ട് വാടാ, നീ ഇങ്ങോട്ട് ഇല്ല ഞാൻ വരുന്നില്ല, കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് ഗേറ്റിന് പുറത്ത് നിന്ന് അവനെ വിളിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ അവളെ വിളിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ സംസാരിക്കുക, പുറത്ത് പോവുകയൊക്കെ ചെയ്യല്ല. അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ഇപ്പോഴത്തെ കാലത്ത് നീ ഒന്ന് പുറത്തിറങ്ങടാ, ഞാൻ വീട്ടിലേക്ക്, നിന്റെ അച്ഛനോ അമ്മയ്ക്കോ ഇഷ്ടമില്ല ഞാൻ വരുന്നത്, അങ്ങനെ പറയും അല്ലേ? നീ ഇത്രയും അവനെ ഇട്ട ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ നിന്റെ വീട്ടിലേക്ക് കയറി വരണല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് നീ അവനെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം ചെയ്തിട്ട് അവൻ തിരിച്ച് ഞാൻ അങ്ങോട്ട് വരാനുള്ള സാഹചര്യമില്ല. എന്നാൽ കുട്ടിയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, നീ എൻ്റെ അമ്മ എങ്ങനെ പറഞ്ഞു, നിന്റെ അമ്മ ആ വീട്ടിലെ കുട്ടി അങ്ങനെ പറഞ്ഞു, ഒന്നും അവൻ പറഞ്ഞില്ല, സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞു. അവ ഉള്ള കാര്യമല്ലേ പറഞ്ഞു അതിലെഴുതി വിട്ടത്? അതെങ്ങനെ സൈബർ ബുള്ളിങ് ആകും? നീ ഉള്ളതാണോ എഴുതിയിരുന്നത്? സൈബർ ബുള്ളിങ്ങിൽ ഇട്ട് കൊടുത്ത ഞാൻ രാഹുലിനെ കിച്ചുവിനെ സൈബർ ബുള്ളിങ്ങിൽ ഇട്ട് കൊടുത്തു. അപ്പൊ ഇത് എന്നെ സൈബർ ബുള്ളിങ്ങിൽ ഇട്ടല്ലേ? ഇനി ആണെങ്കിലും അങ്ങ് സഹിച്ചേക്ക്, അങ്ങോട്ട് സഹിച്ചേക്ക്. കുറെ ഇട്ട് കൊടുത്തല്ലേ, കുറെ മാനം കെടുത്തിയതല്ലേ അവനെ, അങ്ങ് സഹിച്ചേക്ക്. ഇതിന്റെ വീഡിയോ ആരും ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചെയ്ത് കാണും, ഞാൻ കാണാഞ്ഞിട്ടാണ്. ഞാൻ കുറച്ച് ദിവസം യൂട്യൂബിൽ വല്ലാണ്ട് നോക്കിയിട്ടില്ല. എന്താ പറയാ, അപ്പോ എന്താ പറയാ, അത് ചെയ്ത് കാണും. പക്ഷെ അവർ ആരൊക്കെ സീറ്റിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വിളിച്ചില്ലേ, അതൊന്നും നമുക്കറിയില്ല.
കാരണം ഈ സ്ത്രീ അവൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തേക്കാണ്, മനസ്സിലായില്ലേ? പിന്നെ മറ്റുള്ളവരൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ വിളിച്ച ഇവർ എടുക്കില്ല എന്ന്, അവൻ്റെ വീട്ടുകാരെ വിളിച്ചാൽ ഈ സ്ത്രീ എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്ലോക്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരാളെ എത്ര തവണയാണ് വിളിക്കുക? അപ്പോൾ അവരുടെ ഉള്ളിൽ എന്താണെങ്കിലും ഇവർ വിളിച്ചിട്ട് എടുക്കില്ല. അത് ഞാനൊരു പോസ്റ്റിടാം. അവനത്ര ഉദ്ദേശിച്ച് നമ്മളെന്തായാലും നോക്കണമല്ലോ. അല്ലാതെ നമ്മൾ ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്തേക്ക് വേറൊരു കാര്യം പറഞ്ഞാണ്ട് അവനെ അങ്ങോട്ട് കൊല്ലാട്ട് കൊടുക്കണ പോലെ ഇട്ടെടുത്തിട്ട് പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല, നീ എന്തേ വരാഞ്ഞത്, നിനക്ക് ഞങ്ങൾ സ്വർണ്ണത്തള്ളികയിൽ ഇവിടെ ചോറുണ്ടാക്കി വെക്കുമല്ലോ, നീ വന്നൂടായിരുന്നോ, എന്നിട്ട് ഇപ്പുറത്ത് പോയി ഈ സ്വഭാവം കാണിക്കുന്നതല്ലല്ലോ അവൻ ചെയ്തിട്ടുള്ളത്. കുട്ടി വായിക്കാൻ വേണ്ടി എടുത്തതാണ്. പക്ഷെ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് നീ അറിയണം. കണ്ടോ ആ ചങ്ങായി പറഞ്ഞു നോക്കി നിങ്ങള്, അവന്റെ അമ്മ അവനെ ജനിപ്പിച്ച അവന്റെ അമ്മ എത്രയൊക്കെ അവനെ ഹരാസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടും അവൻ പറഞ്ഞത് അവന്റെ അനിയന്റെ കൂടെ അവൻ ഉണ്ടാകുന്ന ഈ സ്ത്രീ എടി നിന്റെ മകന്റെ കൂടെ അവനൊരു സഹോദരൻ നിന്റെ വീട്ടുകാർ പോലും ഉണ്ടാകൂല, മനസ്സിലായില്ലേ? അവന്റെ സ്വന്തം ചോര ഉണ്ടാകുന്ന സന്തോഷത്തിൽ അവനത് കാണിച്ചു കൊടുത്ത് അവനത് പറഞ്ഞു കൊടുത്ത് റിതപ്പിന് പറഞ്ഞു കൊടുത്തിട്ട് നിന്റെ ഫോണിൽ നിന്ന് വിളിപ്പിക്കുക, അങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത്? നീ അത് കൊണ്ടുവന്ന് കണ്ടന്റ് ആക്കിയിട്ട് നീ ഇതും കിച്ചുവിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ലേ? ഇതും തിരിഞ്ഞ് കിട്ടിയില്ലേ? ഇതും തിരിഞ്ഞ് കിട്ടിയപ്പോഴല്ലേ നീ കരിമ്പുറം പോതിച്ചെങ്ങാണ്ട് മറ്റേ അയ്യോ കീമോ ചെയ്ത് കിടക്കുവാന്ന് പറഞ്ഞത്? ഏത് കീമോ ചെയ്തത്? 10 ദിവസം മുന്നേ ചെയ്ത കീമോക്കാണോ ഇപ്പൊ നിനക്ക് ക്ഷീണം വന്നത്? ആണോ? കഷ്ടം. റിതപ്പന് അറിയണമെങ്കിൽ നീ പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലേ റിതപ്പന് മനസ്സിലാകുള്ളൂ. അവന് മനസ്സിലായിട്ടില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വരാം. റിതപ്പൻ PhDക്ക് പഠിക്കുന്നില്ലല്ലോ അല്ലേ? ഇത്ര വലുപ്പല്ലേ ഉള്ളൂ. അവൻ ഡിഗ്രിക്കോ PhDക്കോ പോട്ടെ, 10ാം ക്ലാസ്സിലല്ലോ പഠിക്കണത്. അപ്പം പഠിച്ചു എന്ന് പറയുന്നേ ഇല്ല, പോകാത്ത നഴ്സിങ്ങിന് പോയി എന്ന് പറയുന്നേ, പോകാത്ത ഏവിയേഷന് പോയി എന്ന് പറയുന്നേ, എല്ലാം പോകാത്തതിന് 34 വയസ്സ് പരിചയപ്പെട്ട അന്നുണ്ട്. ഇപ്പോഴും അവൾക്ക് 34 വയസ്സാണ്. കൊല്ലം മാറുന്നത് ഇവിടെ അറിയുന്നില്ല. അതാണ് ഭയങ്കര രസം. അപ്പൊ ഈ പോകാത്തയും ചെയ്യാത്തയും കോഴ്സൊക്കെ പഠിച്ച നിനക്ക് റിതപ്പിന് പറഞ്ഞു കൊടുത്തൂടെ? അത് പറഞ്ഞു കൊടുക്കാതെ ഒരു സോഫയിലും വന്നിരുന്നിങ്ങാണ്ട് ഇങ്ങനെ ചരക്കാണ്. ചെയ്യുന്നതോ അനുഭവിക്കുന്നതായ കാര്യങ്ങൾ ഒരുപക്ഷെ നിനക്ക് പൂർണ്ണമായും മനസ്സിലാകണമെന്നില്ല. ആ ചങ്ങായി അവന്റെ സങ്കടന പറഞ്ഞത്. കാരണം അവനൊരു സംഭവം ചെയ്യുമ്പം ഇതിന് ഒരു പൊട്ടി ഒലിച്ചിട്ട് അത് എന്താണ് എന്നും പറഞ്ഞങ്ങാണ്ട് ആ ചങ്ങായിക്കെതിരെ പിന്നെയും പോയി വെറുതെ ഇട്ടുങ്ങാണ്ട് ഓരോന്ന് കുത്തി പറഞ്ഞിട്ട് അവനെ ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവന്റെ അമ്മാമ്മയെ പറഞ്ഞ് അത്രയും ഒരു സ്ട്രെസ് കൊണ്ട് നടക്കുന്ന ആ ചങ്ങായി അവന്റെ സങ്കടം പറയാണത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവന് ഒരുപാട് സ്ട്രെസ് വേറെ ഉണ്ടാകും. സ്വന്തം അമ്മയെ കുറിച്ച് ആൾക്കാർ, അല്ലെങ്കിൽ അമ്മയായി കണ്ട സ്ത്രീയെ കുറിച്ച് ആൾക്കാർ, അല്ലെങ്കിൽ അമ്മയുടെ സ്വഭാവത്തെ കുറിച്ച് ചിന്തിച്ചിങ്ങാണ്ട്, അങ്ങനെയൊക്കെ എൻ്റെ അച്ഛൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീയെ കുറിച്ച് ചിന്തിച്ചിങ്ങാണ്ട് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും, കിടക്കുന്നുണ്ടാവും. ഇതൊക്കെ പാട് അവനൊന്ന് തുറന്ന് പറയാണ്, എടി നിന്നെ കുറിച്ചാണ് ഈ പറയുന്നത്, നീ കാരണമുള്ള പ്രശ്നമാണ് ആ പറയുന്നത്. അത് മനസ്സിലാക്കില്ല, ബുദ്ധിയും ബോധവും കുറച്ചെങ്കിലും വേണം കേട്ടോ. അതിന് ചോറ് കഴിക്കണം അല്ലെ? ചോറ് കഴിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വേസ്റ്റ് അല്ല കഴിക്കേണ്ടത്. ഇത് കണ്ടോ, ഇത് കണ്ടവർക്കൊക്കെ ഞങ്ങൾക്കറിയാം. ഇതിപ്പോ ഈ നല്ല 2-3 വരി പറയുമ്പോ അത് ഈ പിത്തക്കാളി പാട്ടി ഇവള് ഈ ചെറുക്കിന് പറഞ്ഞു കൊടുക്കൂല. പക്ഷെ ഒരു ദിവസം നീ അതെല്ലാം മനസ്സിലാക്കും. അതുവരെ നീ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് മാത്രം ഓർക്കണം. പറഞ്ഞിട്ട് പറയണേ കൊച്ചിനെ വെച്ച് നമ്മളൊന്നും പറയാൻ പാടില്ല. ഇവരൊക്കെയാണ് സെറ്റ്. ഇവര് ചേരും. ആ മറ്റേ പോൺ വീഡിയോക്കാളും വൃത്തികെട്ട സൈറ്റ് വെച്ചിരിക്കുന്ന ചാനൽ വെച്ചിരുന്നങ്ങാണ്ട് അതിലഭിനയിക്കുന്ന ആൾക്കാരെക്കാട്ടിലും മോശപ്പെട്ടങ്ങാണ്ട് വൃത്തികെട്ട് സംസാരിക്കുന്ന ബിന്ദു എന്ന് പറഞ്ഞ സ്ത്രീയും അവരുടെ എനിക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എൻ്റെ പെങ്ങളായിരുന്നു, എൻ്റെ സഹോദരിയായിരുന്നു രേണു. നിങ്ങളെ ചേരുള്ളൂ. പിന്നെ സജീന ഇടയ്ക്ക് അവൾക്കൊരു ബൾബ് കത്തും തോന്നുന്നു. എല്ലാ വെളുപ്പിക്കൊന്നുമില്ല, ഇടയ്ക്കൊരു ബൾബ് കത്തും. പക്ഷെ ഇപ്പുറത്ത് കാണാ ആളുള്ള ആളാണ് നിൽക്കുക. അതാണ്
നിങ്ങളൊക്കെ ചേരും. നിങ്ങളൊക്കെ എന്താ അറിയോ, ഈ ഇതിലൊരാള് എന്താ പറയുക ഷിറ്റാണ്, അമേദിയാണ്, ബാക്കിയുള്ളവരൊക്കെ അതിൽ വന്നിരിക്കുന്ന ഈച്ചകളുമാണ്. മനസ്സിലായില്ലേ? അതിൽ അമേദി ആരാണെന്ന് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്യുന്ന വീഡിയോ ആരാണോ അത്, ബാക്കിയുള്ളതൊക്കെ അതിൽ വന്നിരിക്കുന്ന ഈച്ചകളാണ്. മനസ്സിലായില്ലേ? ഇനി കുറച്ചൊരു പച്ചക്ക് പറഞ്ഞാൽ തീട്ടത്തിൽ വന്നിരിക്കുന്ന ഈച്ചകളുമാണ് ഇവര്. തീട്ടം ആരാ ഈച്ച ആരാന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓർക്കണം, നമ്മൾ എത്ര അകലെയായാലും നമ്മൾക്കിടയിൽ എന്ത് സംഭവിച്ചാലും എന്റെ ഹൃദയത്തിൽ നിനക്ക് എപ്പോഴും പ്രത്യേകമാണ്. എന്തിനാ കിച്ചു ഇങ്ങനെയൊക്കെ? നിനക്കങ്ങടെ ഉള്ളെന്ന് ഇതൊക്കെ ആൾക്കാർ കേട്ടാ അവനക്ക് ഭയങ്കര പോസിറ്റീവ് തിങ്ക് വരും. പോസിറ്റീവായിട്ടുള്ള അവന്റെ സ്നേഹം ആൾക്കാർ കാണുക ഒക്കെ നിനക്ക് പൊട്ടി ഒലിക്കുന്നുണ്ടല്ലേ, നിനക്ക് സഹിക്കണില്ലല്ലേ? അച്ഛോ കിടന്ന് മെഴുകിക്കും എന്റെ അങ്ങോട്ട് കാരണം അവന്റെ സ്വന്തം ചേട്ടനായത് കൊണ്ടാണ് അവൻ ആ സംഭവം അത്ര എഴുതിയത്. സാധാരണ ഒരു പോസ്റ്റ് അല്ല, അവന് വേണ്ടി ഒരു പാരഗ്രാഫ് തന്നെയല്ല എഴുതിയിട്ടുള്ളത്, ഗണ്ഡികൊന്നല്ല, ഒരു പാരഗ്രാഫ് എഴുതി വെച്ചിട്ടുണ്ട് അവന്. അതിൽ ഏറ്റവും സോൾ ആയിട്ടുള്ള വേർഡിനൊക്കെ നല്ല ആത്മാവുള്ള വാക്കുകളാണ് അതൊക്കെ. മനസ്സിലായില്ലേ? അത് നിനക്ക് ഞാൻ സഹിക്കണില്ല. ഇത് എന്റെ മകനൊക്കെ ഇനി കുറച്ചുകൂടി വലുതാകുമ്പോൾ കാണും. ഇതിങ്ങനെ കിടക്കല്ലേ എന്റെ മകൻ അന്തവും കുന്തവും വെക്കുമ്പോ അവന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തെന്ന് പറഞ്ഞത് ഇങ്ങനെ കാണുമ്പം ഇതൊക്കെ കാണുമല്ലോ. അവൻ കാണുമ്പം അമ്മ പറഞ്ഞു തന്നൊന്നും അല്ലല്ലോ, ഏട്ടൻ എന്റെ ഭയങ്കര സ്നേഹമാണല്ലോ എന്നൊക്കെ ഇതൊക്കെ അറിയാലോ എന്ന് പറയുമ്പോ എന്താലേ അങ്ങനെ പൊടിക്കുന്നില്ലേ? ആംബോസ് വാങ്ങി വെച്ചേക്ക അവിടെ എങ്ങാണ്ട്. ഞാനും നീയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഋതുലിനോട് പറഞ്ഞിട്ടില്ല നിന്റെ ചേട്ടനല്ലെന്നോ, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു രക്തത്തിൽ പിറന്ന ആൾക്കാരാണ്. ആര് പറഞ്ഞിട്ടില്ല? നീ പറഞ്ഞിട്ടില്ലെന്നോ? എനിക്കും എന്റെ മകനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്കും എന്റെ മകന് ഞാനും അവന് ഞാനുമേ ഉള്ളൂ, ഇനി ആരും വേണ്ടെന്ന് പറഞ്ഞെങ്ങാണ്ട് കടന്ന് കുരച്ചിരുന്നത് ആരായിരുന്നു? ആരായിരുന്നു? എന്നിട്ട് ഇപ്പൊ നിനക്ക് ഞാൻ കാര്യം ചോദിക്കട്ടെ, 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇവരോടൊക്കെ ചോദിക്കേണ്ട വാക്ക് എത്ര തന്തയാണെന്നാണ് ചോദിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ആ കൊച്ചിനൊന്നും അറിയാത്ത കൊച്ചിനോട് ഇങ്ങനെ പോസ്റ്റ് ഇടേണ്ട കാര്യമില്ല. നിനക്ക് ഇവിടെ വന്ന് നിന്റെ അനിയനെ കാണുന്നതിന് അതായത് അവനൊരു പോസ്റ്റിലാന്ന് വിചാരിച്ചോളേ, ഇതിപ്പാ ഹാപ്പി ബർത്ത്ഡേ 2 വാക്കിൽ ഹാപ്പി ബർത്ത്ഡേ ഇട്ടിട്ടുണ്ട്. ഒരു പാരഗ്രാഫ് അവന് എഴുതിയിരുന്നെങ്കിൽ അവൻ എന്ത് പറ്റുമായിരുന്നു? മഷി തീരുമായിരുന്നു. ഇതായിരിക്കും നീ പറയാം. അവനവിടെ വരാൻ പറ്റാത്ത സങ്കടം നല്ല ഉണ്ട്, അത് വെച്ച് അവൻ എഴുതിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ തമ്മിലാണ് ഏറ്റവും ഇഷ്യൂ നടക്കുന്നത് ഇപ്പോൾ. നിനക്കും നീ അവനുമായിട്ട് ഭയങ്കര ഇഷ്യൂ ആണ്. മനസ്സിലായില്ലേ? അവന്റെ വീട്ടുകാരെ വിളിച്ചു എന്ന് പറഞ്ഞു. നിനക്ക് അവന്റെ വീട്ടുകാരോട് ഒരു വിഷയവും നിനക്കുണ്ടെങ്കിലും അവർക്കില്ല. നിനക്കത് അവരോടൊരു വഴക്കിന് നിനക്ക് പറ്റൂല. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ രേണുസുതി എന്ന് പറഞ്ഞ രേഷ്മ തങ്കച്ച എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഇൻഷുറൻസിന്റെ പൈസ പിന്നെ തീരുമാനമാകുമല്ലോ. അടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ മാതാവ് ഇറങ്ങുമല്ലോ. മാതാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കിട്ടാൻ ഭയങ്കര പണിയായിരിക്കും. അതൊക്കെ നിനക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല. ഒരു വിരോധമില്ല. ഞാനും നീയും തമ്മിലാണ് പ്രശ്നമെങ്കിൽ അത് ഞാനും നീയും തമ്മിൽ അത് മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യോ. ഇൻഷുറൻസിന്റെ കാര്യം പറയുമ്പോൾ കൊടുക്കരുത് ഇവൾക്ക്. അത് ആ ചെറുക്കനും ആ അമ്മമ്മക്കും കൊടുക്കണം. പിന്നെ ഈ റിതപ്പന്റെ പേരിലും ആക്കി ഈ കൊടുക്കരുത് ഇവൾക്ക്. ഇവളുടെ ഒരു ഈ കൊച്ചിനോട് എന്തിനാണ് ഇങ്ങനെ പോസ്റ്റ് ഇട്ട് എന്നെ കൂടെ സൈബർ ബുള്ളിങ്ങിന്? അപ്പൊ ഞാൻ സൈബർ ബുള്ളിങ്ങിനെ കൊടുത്തു എന്ന് പറഞ്ഞാണ് ഇപ്പൊ എല്ലാരും അലക്കുന്നുണ്ട് ഈ പോസ്റ്റ്. മനസ്സിലായി? ഈ കൊച്ച് 7 വയസ്സുള്ള ഈ കുഞ്ഞിന് എങ്ങനെ അറിയാനാ, എങ്ങനെ മനസ്സിലാക്കാനാണ്? നിനക്ക് ഫോൺ ഉണ്ടല്ലോ, നിനക്ക് പോസ്റ്റ് ഇടാമെങ്കിൽ നിനക്കൊരു വീഡിയോ കോൾ ചെയ്ത് കൊച്ചിനൊരു ഹാപ്പി ബർത്ത്ഡേ. അവന്റെ സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ വിളിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവര് ബ്ലോക്ക് ഇട്ടുകണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ നമ്പർ ബ്ലോക്ക് ആണെന്ന് ഇവര് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അവന്റെ നമ്പർ ഞാൻ ബ്ലോക്ക് ഇട്ടേക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? ഇല്ലേ? ഞാനത് എടുത്ത് വെച്ചാ പോയി തപ്പണം. ഇവര് പറഞ്ഞതാണ് ഞാൻ ആ നമ്പർ, അവന്റെ നമ്പർ ഞാൻ ബ്ലോക്ക് ഇടാം. അവനെ ഞാനും വിളിക്കാറില്ല. ഞാൻ ബ്ലോക്ക് ഇട്ട് വെച്ചേക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ ഏത് പൂഞ്ഞാറ്റൊക്കെ വിളിക്കുക? പക്ഷെ സുധിച്ചേട്ടന്റെ വീട്ടുകാര്, അതായത് ചേട്ടത്തിയും സുധിച്ചേട്ടന്റെ അമ്മയും, അതായത് ഈ കൊച്ചിന്റെ വല്യച്ഛനും വല്യമ്മയും അച്ഛമ്മയും ഇന്ന് വിളിച്ചല്ലോ, വീഡിയോ കോൾ ചെയ്തല്ലോ. അവർക്ക് ഇവനോട് അവര് വിളിക്കും. നീ എടുത്തന്നെ അയ്യോ എന്ന് അമ്മ അവളെ എടുത്തിട്ടോ ഇന്ന് എടുത്തോ എടി കൊടുക്കടി മോൾക്ക് എന്ന് പറഞ്ഞു കാണും. അല്ലെങ്കിൽ നീ എപ്പോഴും എടുക്കാറ്? ഞാൻ കുളിക്കുമായിരുന്നു, എന്റെ വായിൽ പരമല്ല, എന്റെ വായിൽ ഗുളികയാണ്, അതാണ് ഇതാണ്. തിരിച്ചങ്ങോട്ട്
ഒരു വാട്സപ്പ് മെസ്സേജും അതല്ലേ ഉണ്ടാവാറ് അല്ലേ? നിനക്ക് അവരേറ്റ് വഴക്ക് ഉണ്ടാക്കാൻ നിനക്ക് പറ്റൂല. ഉണ്ടാക്കി അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. നിനക്ക് ഇൻഷുറൻസിന്റെ പൈസ സ്വപ്നമായി കാരം. ഉള്ള സ്നേഹം അവര് കാണിച്ചു ഒന്നുമല്ല, ഒരു വീഡിയോ കോൾ ചെയ്താ കുഞ്ഞിന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. കാരണം ഉള്ള സ്നേഹം ഇവൻ ഇങ്ങോട്ട് വരുന്നതും ഇവനെ കൊണ്ട് പോകുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്, നമ്മൾ കണ്ടതാണ്. ഇപ്പം ഇങ്ങോട്ട് വരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്യൂകൾ ഉണ്ടായി കണ്ട വെറുതെ ഇരിക്കുന്നു. ഈ ക്യാൻസർ രോഗിയായിട്ട് കൂടി ഈ സ്ത്രീ കാണിച്ച പണി ആർക്കായാലും വേദനിക്കൂലേ? ആർക്കായാലും വേദനിക്കൂലേ? നമ്മൾ അറിയണത് ഇങ്ങനെ അറിയാത്ത എന്തൊക്കെ ഉണ്ടാവും. അറിയാത്ത ഇറങ്ങിപ്പോയി എന്നെ ഇറക്കിവിടാത്തൊരു വീട്ടിൽ എന്നെ ഇറക്കി വിടാത്തൊരു വീട് എനിക്ക് ഉണ്ടാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഒരു ദിവസമൊന്നും ഇല്ല, നമ്മൾ വിളിച്ച് പറയോ എന്തായാലും അവൻ്റെ ക്ഷമന്റെ നെല്ലിപ്പല ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പറയോ. ഇവനും ആ വീട്ടിലെ കുട്ടിയാണെന്നാണ് അവര് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ വിളിച്ചില്ല, ഞാനുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞ എന്നെ വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ കുട്ടിയെ വിളിച്ചല്ലോ, അതുപോലെ നിനക്ക് നിന്റെ അനിയനെ വിളിക്കാമല്ലോ. ഇവിടെ ആരും ഇവരുടെ കഥ എന്താ അറിയോ? ഞാനുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞ് എനിക്കും വിളിക്കാൻ പറ്റില്ല. എന്തൊക്കെയായിരുന്നു? കിച്ചു എൻ്റെ മോനാ, എൻ്റെ സ്വന്തം മോനാ, എൻ്റെ മൂത്ത മകനാ. ഓ ഗുഡ് ഓൾഡ് ഡേയ്സ്. എന്താലേ ഇത്രയുള്ളൂ മനുഷ്യൻ. നിങ്ങൾ ഇവിടെ വീട്ടിൽ വന്നപ്പോഴത്തേന് എന്റെ വീട്ടുകാരെ അത്രത്തോളം നീ അത് പറഞ്ഞ് സൈബർ ബുള്ളിങ്ങിന് ഏറ്റു കൊടുത്തിട്ട് പോലും എന്റെ വീട്ടുകാർ ഒരു നിന്റെ വീട്ടുകാർ ചില ആൾക്കാരുണ്ട് എന്താ പറയാ, അങ്ങോട്ട് നല്ലോണം പറഞ്ഞിങ്ങാണ്ട് ഇങ്ങോട്ട് കേട്ടിട്ട് ആ കേട്ടത് ഭയങ്കര ഉറക്കനെ പറഞ്ഞ് എന്നെ പറഞ്ഞേന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ആ ടീമാണ്. എൻ്റെ വീട്ടുകാരല്ലേ, തങ്കച്ചനും ഫാമിലി അല്ലേ. അവരെന്താന്ന് അറിയാത്ത ആൾക്കാരൊന്നുമല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ആൾക്കാരും നിങ്ങളെ നോക്കിക്കാണുന്ന ആൾക്കാരും. നിങ്ങൾ കുറച്ച് ആൾക്കാർ നാലുകളുണ്ട്, മാംസ കച്ചവടക്കാരുണ്ട്, ഫ്ലഷ് സെയിലേഴ്സ്. ബാക്കി പറയുന്നൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങളോടോ നിങ്ങളുടെ സുധിച്ചേട്ടന്റെ വീട്ടുകാരോടോ പറഞ്ഞിട്ടില്ല. ഈ വീട് സ്ഥലവും ഈ തിരുമേനി എഴുതി തന്നേക്കുന്ന മൃദുലിനും രാഹുലിനും കൂടെയാണ്. കിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കും. ഞാനിത് ഇവിടെ കട്ടാക്കാണ്, ഇതിന്റെ അപ്പുറത്തേക്ക് ഇത്തിരി ഉള്ളൂ. നിങ്ങള് കിച്ചുവിന് എപ്പം വേണേലും ഇവിടെ റൂമുണ്ട്, വീടുണ്ട്, കിച്ചുവിന്റെ മുഴുവൻ വീടുണ്ട്. ആ തന്തയല്ലേ, എവിടെ കുരിശിലല്ലേ ഇവിടെ, ആ തന്തയില്ലേ, അച്ഛൻ അയാളൊരു അച്ഛനായത് കൊണ്ട് പരന്നാരെന്ന് വിളിക്കുന്നില്ല. അയാളുണ്ടല്ലോ, അയാള് വേണമെങ്കിൽ അവൻ റൂമുണ്ട് അവിടെ വന്ന് കിടന്നു പോയിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ പിന്നെ ആ വീട്ടിൽ പോകുമോ? നിങ്ങൾ പറ, വീട്ടിൽ പോകുമോ? ഇതെല്ലാം പറയിപ്പിച്ചിട്ട് കിടന്ന് നിങ്ങാണ്ട് പറയുന്നു അവന് റൂമുണ്ട്, അവൻ്റെ വീടാണ്, അവൻ്റെ. നീ ചോദിക്കുന്നൊരു ചോദ്യം അങ്ങോട്ട് തിരിച്ചു ചോദിക്കട്ടെ, നാണമുണ്ടോ നിനക്ക്? നാണമുണ്ടോ? ഇപ്പം നീ അന്ന് യൂട്യൂബേഴ്സിനെ വിളിച്ചൊരു ഒരു വാക്കുണ്ടല്ലോ, നായിൻ്റെ മക്കളേന്ന്. അത് എന്നെ വിളിക്കാത്ത ഞാൻ അതിനെ മുന്നേ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. നിന്റെ തള്ളയെ പറയുന്ന പോലെയാണത് കേട്ടോ. പക്ഷേ നിന്റെ തള്ളയുടെ സ്വഭാവം എനിക്കറിയില്ല, നിന്റെ തന്ത്ര സ്വഭാവം എല്ലാവർക്കും അറിയാം. നിന്റെ തള്ളയുടെ സ്വഭാവം നിന്റെ തന്ത്ര സ്വഭാവം പോലെയാണെന്നുണ്ടെങ്കിൽ നിന്നെ തീർച്ചയായിട്ടും നായിൻ്റെ മോളെ വിളിക്കാം. ആ സ്വഭാവമാണ് നിനക്ക് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഇതിൽ പറഞ്ഞത്. സ്വന്തം സഹോദരന് വേണ്ടിയിട്ട് കിച്ചൊരു ബർത്ത്ഡേ വിഷ് ഇട്ടു. അതും വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ്. അതിട്ടു. അത് ഒരു നല്ല മദറാണെങ്കിൽ, നല്ല അമ്മയാണെങ്കിൽ തൻ്റെ മകനെ വിളിച്ച് ഇതാണ് നിൻ്റെ ഏട്ടന് ഇട്ടതാട്ടോ എന്നും പറഞ്ഞ് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ചങ്ങോട്ട് എന്താ പറയുക വിളിച്ചിട്ട് എന്നാൽ താങ്ക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ചിട്ട് കുറച്ച് നേരം ഇതൊക്കെ ആക്കിയിട്ട് അതാണ് ചെയ്ത് കൊടുക്കുക. കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആരൊക്കെ ഇല്ലെങ്കിലും എൻ്റെ മകന് കിച്ചു ഉണ്ടാകും എന്നുള്ളൊരു വഴക്കുണ്ടായിക്കോട്ടെ. അവസാനം എൻ്റെ മകന് കിച്ചു ഉണ്ടാകുമല്ലോ എന്നുള്ള ചിന്ത ആ അമ്മക്കുള്ളിൽ ഉണ്ടാണ്ടതാണ്. ഇതെൻ്റെ മകൻ ഉണ്ടായാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ കുട്ടി തല താഴ്ത്തിരിക്കണം കണ്ട് പാവം തോന്നുക. എന്നിട്ടൊരു ഓഞ്ഞൊരു ഉമ്മയും ആത്മാർത്ഥയില്ലാത്തൊരു മുത്തം കൊടുക്കുന്നു. അത് നല്ലൊരു കാര്യം പറയാൻ വന്നപ്പം നീ അങ്ങോട്ട് പോയിക്കോ, എന്നിട്ട് കുഞ്ഞിനെ ഇങ്ങോട്ട് കുഞ്ഞ് കേൾക്കണ്ടാന്ന്. പിന്നെ എന്തിനാ കുഞ്ഞിനെ വിളിച്ചത്? കേൾക്കണ്ടെങ്കിൽ ഇങ്ങോട്ട് വാന്നും പറഞ്ഞങ്ങാണ്ട്. അവൾക്ക് അറിയില്ല അതിൻ്റെ അടുത്ത വരി ഞാൻ എന്നും ഉണ്ടാവും എന്നുള്ള വരിയാണെന്ന്. കുഞ്ഞിനെ വിളിച്ചു വരുത്തിയിരുത്തിട്ട് പിന്നെ പറയണേ നീ പൊക്കോന്ന്.
അപ്പോൾ ഇത് കിച്ചുവിനെ കുറിച്ച് ബാക്കിയുള്ളവർക്ക് എന്താ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അവനെ വെറുതെ ഇതുപോലും കുറ്റം പറയാൻ വേണ്ടി എടുത്തിട്ടൊക്കെയാണ്. ആരായാലും പോകില്ല ആ വീട്ടിലേക്ക്. കാരണം അച്ഛൻ, ആ നോബിൾ അച്ഛൻ, അയാൾ അങ്ങനെ പറഞ്ഞതാണ്. അവനൊരു വേണമെങ്കിൽ വന്ന് ഇവിടെ താമസിച്ച് പോയിക്കോട്ടെ എന്ന് ഔദാര്യം പോലെ പറഞ്ഞതാണ്. ആരായാലും കയറി പോകില്ല. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടപ്പോൾ ഇത് 2-3 ദിവസമായി ഇട്ടിട്ട് ഇത് ലോക്ക്ഡൗൺ ഇത് വെച്ചിട്ട് പക്ഷേ ഇടാൻ മടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. മടിച്ചല്ല, നേരം കിട്ടിയില്ല. ഓണവും നബിദിനമൊക്കെ അല്ലായിരുന്നു. അപ്പോൾ ശരി, അപ്പോൾ ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയുമായിട്ട് ഇപ്പം തന്നെ വരാം. ബൈ.